ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യാണ്ടൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നീക്കാനൊക്കെ നന്നായി നേരം വൈകുന്നുണ്ട് കേട്ടോ. പണികളൊക്കെ ഈ പറഞ്ഞ പോലെ വളരെ കഷ്ടമാണ് കഴിയാനായിട്ട്. നേരത്തെ എണീറ്റാലല്ലേ നേരത്തെ പണികളൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കട്ടിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടൊന്നുമല്ല, നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ കട്ടിലവിടെ കിടക്കുന്ന കാരണം കൊണ്ട് നിർത്തി വെച്ചേക്കാണ്. സ്കൂൾ തുറന്നിട്ട് നമ്മൾ ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ കട്ടിൽ തൽക്കാലം ഒരു പെയിൻറ് പോലത്തെ ഒരു സംഭവം, ഒരു കളറാണത്. അത് ചെയ്തിട്ട് തൽക്കാലം താഴത്തേക്ക് കൊണ്ടുവന്നിടാണ്. പോളിഷിങ് വർക്ക് എന്തായാലും വേനൽക്കാലത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പണി ഭയങ്കര കുറവല്ലേ, മഴക്കാലമാണ്. എവിടെയും തെങ്ങ് കയറണ്ട എന്നുള്ളൊരവസ്ഥയായി. അവർക്ക് ഉള്ള പണികളൊക്കെ തീർന്നു. ഇപ്പോൾ പണി അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ട് കേട്ടോ. വേനൽക്കാലം ആകുമ്പോൾ ശരിയാവും. മഴക്കാലത്ത് പൊതുവേ പണി കുറവാണ് ഉണ്ടാവൽ. അപ്പോൾ ചപ്പാത്തിയും ബാജിക്കറിയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബാജിക്കറി ഉണ്ടാക്കാൻ കുറച്ച് നേരമാവും. ഞാൻ നീക്കാൻ എന്തായാലും നേരം വൈകിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോട്ടൽ ഫുഡാണ് കേട്ടോ രാവിലത്തേക്കൊക്കെ ഇവിടെ മേടിക്കൽ. എനിക്ക് കഴിക്കാനും അതുപോലെ ശങ്കരേട്ടനും കഴിച്ചിട്ട് വരും. പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണമാണ് ഞാൻ പതുക്കെ എണീറ്റിട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കൽ, കാലത്ത് നീക്കലൊക്കെ. എൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് മാറി, വയ്യായൊക്കെ ഒന്ന് മാറിയിട്ട് എണീറ്റാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഒക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശങ്കരേട്ടൻ മുകളിൽ നിന്ന് കട്ടിലിൻ്റെ ഓരോരോ സാധനങ്ങളായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. ശങ്കരേട്ടൻ്റെ കൂടെ പണിയെടുക്കണ ചേട്ടനുണ്ട്. ആളും കൂടി വന്നിട്ട് വേണം കട്ടിൽ താഴത്തേക്ക് ഇറക്കാൻ. അതിൻ്റെ കാലുകൾ മാത്രം കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ. എന്നെ കൊണ്ട് സാധിക്കില്ല, ഭയങ്കര വെയിറ്റാണ്, നല്ല വെയിറ്റ് ഉണ്ട്. മാത്രമല്ല നമ്മൾ സ്റ്റെയർ ഇറങ്ങി വരണം. അപ്പോൾ പെയിൻറ് അടിക്കാൻ തന്നെ അതിൻ്റെ കളറ്, ഇതിപ്പോൾ കളറ് ചെയ്തതാണ്. ഈ കളർ അടിക്കാൻ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് തന്നെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ നീര് വീണു. എനിക്ക് ശരീരത്തിൽ തീരെ ബലമില്ലാത്ത പോലത്തെ ഒക്കെ ഒരു ഫീലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരീരമൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആണ്. അങ്ങനെയുള്ള കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സസൈസൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുമ്പോഴത്തേനും എനിക്ക് പറ്റാണ്ടാവും. എനിക്ക് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം, തടിയൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കണം, തടിയൊക്കെ കുറയ്ക്കണം, സ്ലിം ആവണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും ഓരോരോ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് പേടിയാണ്. കുറച്ച് എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും മൈഗ്രെയിൻ്റെ തലവേദന വരും. അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ട് വേണം, ആൾ വരുമ്പോഴത്തേനും ചായയൊക്കെ കുടിച്ച് സെറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ കട്ടിൽ പിടിച്ചിടും വേണം, ഫിറ്റ് ചെയ്യും വേണം. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഫിറ്റ് ചെയ്യൽ കഴിഞ്ഞിട്ട് വേണം കേട്ടോ അവർക്ക് പണിക്ക് പോകാൻ. രാവിലെ ആണെങ്കിൽ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീരെയും പണിക്ക് പോകാൻ പറ്റില്ല. പണിക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ടിലാണ് ഇരിക്കേണ്ടായിരുന്നത്. ഇന്ന് തന്നെ നമ്മുടെ എരുമപ്പെട്ടി പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഊട്ടുതിരുന്നാളായിരുന്നു. അപ്പോൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ കാലത്തേക്കും വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ആള് കട്ടിലൊക്കെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അവർ പണിക്ക് പോവാണ്. മഴയുണ്ടായിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ല. അലഞ്ഞിട്ടൊക്കെ വേണം തെങ്ങ് കയറാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഇനിയിപ്പോൾ ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടുന്നവരെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ അതിജീവിച്ച് പോകണം. അങ്ങനെ അവസാനം ഒരുപാട് നാളുകളുടെ അവസാനം നമ്മുടെ കട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പകുതിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി 10:30 ആയതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ കടയിലത്തെ ആളൊരു ബോട്ടിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശങ്കരേട്ടൻ 2 ബോട്ടിൽ വാങ്ങിച്ചു, 2 കൊണ്ടും തികഞ്ഞില്ല അത്. അപ്പോൾ ഇനി ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ചിട്ട് വേണം ഇനി അത് ഫിനിഷ് ചെയ്യാൻ. എന്തായാലും താഴെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഒരു 3 ചപ്പാത്തിയും കറിയും അതുപോലെ ഒരു ബുൾസൈ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോൾ അനിയത്തി റീൽസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഫുഡ് കഴിച്ച് ഉടനെ പോയിട്ട് കിടക്കാണ് ഉണ്ടായത്.
ശരീരമൊക്കെ ആകെ തളർന്നു വരുന്ന പോലെ തോന്നി. അപ്പോൾ കിടന്നു. അവൾ വന്നപ്പോൾ ചോദിച്ചു, നീ എപ്പോഴും കിടന്നുറങ്ങുകയാണോ? നിൻ്റെ മുഖമൊക്കെ ആകെ വല്ലാണ്ടായിട്ടിരിക്കുന്നുണ്ട്, എപ്പോഴും അങ്ങനെ കിടക്കുകയാണോ പകലൊക്കെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം എനിക്ക് നമ്മളിപ്പോൾ ഫോണിൽ തന്നെ എന്തെങ്കിലും വീഡിയോസ് കണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഉറക്കം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഉറക്കം വരും. അപ്പോൾ പിന്നെ കിടക്കല്ലാതെ വേറെ പാകമില്ലല്ലോ. അങ്ങനെ പിന്നെ ഈ വയ്യാത്തതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും അതും ഉണ്ട്. അങ്ങനെ അവൾ വരുമ്പോൾ കുറച്ച് പലഹാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂഡിൽസും ചോക്ലേറ്റും കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ റീൽസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അവളങ്ങനെ പോയി. ഉച്ചയ്ക്ക് ചങ്ങരേട്ടൻ വന്നു, ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ അതെടുത്ത് കഴിക്കാനുള്ള ധൃതിയായിരുന്നു. അത് ഫുഡ് കൊണ്ടുവന്ന പാത്രമാണ്, അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. കഴിഞ്ഞ വർഷം വാങ്ങിച്ച പാത്രം ഗ്ലാസ്സിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഞാൻ അതിൽ. പിന്നെ പായസം ഉണ്ടായിരുന്നു, പായസം നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതാണ്. അങ്ങനെ ഒന്ന് ഫ്രഷായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എന്തായാലും എണീക്കാൻ നേരം വൈകുകയാണല്ലോ. അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കുറച്ച് എണീക്കാൻ നേരം വൈകിയാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ സാമ്പാർ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് സബോള കഴിഞ്ഞു എന്നുള്ളത് കണ്ടത്. അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നാളത്തേക്കുള്ള ദോശയ്ക്ക് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഭക്ഷണം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിലാകെ ഉറുമ്പ് വന്ന് ഭയങ്കര കടിക്കണ ഉറുമ്പ് വന്നിട്ട് അതൊക്കെ ഫുള്ള് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഡപ്പയിൽ കൊണ്ടുവന്നാക്കി മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ അതാണ് കേട്ടോ നമ്മുടെ കട്ടിലിൻ്റെ മുകളിൽ കൊടുക്കുന്ന കളർ എന്ന് പറഞ്ഞില്ലേ, ആ സംഭവം ഒരു ബോട്ടിൽ ഏട്ടൻ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് കട്ടിലിൻ്റെ മുകളിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച് കൊതിച്ചൊരു സംഭവം നമുക്ക് സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഭയങ്കര സന്തോഷവും സങ്കടവും, എന്താ പറയുക, ചെറുപ്പം തൊട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം കിട്ടുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. പിന്നെ നമ്മളൊരു സാധനം നമുക്ക് കിട്ടുന്നത് ഒരുപാട് കാത്തിരുന്നിട്ടാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിനോട് ഭയങ്കര ഒരു വിലയുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കമ്മലും മോതിരവും മാലയും ഒക്കെ ഡപ്പയിൽ എടുത്ത് വെക്കണം. അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല സെറ്റായി വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ്. വറുത്തരച്ച സാമ്പാർ ചില ആൾക്കാർക്ക് തേങ്ങ അരയ്ക്കണത് ഇഷ്ടമുണ്ടാവില്ല, തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാവും ഇഷ്ടം. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത്. അങ്ങനെ ഒരാൾ അവിടെ ഇരുന്നിട്ട് ചക്ക കഴിക്കുന്നുണ്ട്. ആൾക്ക് ചക്ക കഴിക്കണം പറഞ്ഞപ്പോൾ ആളുടെ കൂടെ ഉള്ള ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ രാവിലെ കട്ടിൽ പിടിച്ചിടാൻ വേണ്ടിയിട്ട് വരുന്നു, ആൾ ചക്കയൊക്കെ വൃത്തിയാക്കി പാത്രത്തിലാക്കിയിട്ട് കഴിക്കാൻ പാകത്തിനാക്കി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുരു കളഞ്ഞ് കഴിക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ കുരു എന്തായാലും എടുത്തിട്ട് കറി വെക്കാം. ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടുള്ളതില്ല, അപ്പോൾ പരിപ്പ് കൂട്ടി കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചക്കയും മാങ്ങയൊക്കെ എപ്പോഴെങ്കിലും കഴിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കഴിച്ചില്ല. ഇതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഇനി ക്ലാസ്സിൽ പോയിട്ട് ക്ലാസ് വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കട്ടിലിൻ്റെ കാലിൻ്റെ ബാക്കിയുള്ള വശം കൂടിയും ആ പെയിൻറ്റ് ചെയ്യണം. ആ പെയിൻറ്റിനാണെങ്കിൽ ഭയങ്കര മണമാണ് കേട്ടോ, സഹിക്കാൻ പറ്റില്ല. എനിക്കാണെന്ന് വെച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടണമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സ്മെല്ലെടുത്തിട്ട്. പിന്നെ ക്ലാസ് വൃത്തിയാക്കണതിൻ്റെ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ട്രൈപോഡൊന്നും ഇല്ലാത്ത കാരണം ഫോണും കൊണ്ട് നടന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരിക. അപ്പോൾ അതല്ലാതെ തന്നെ ക്ലാസ് വൃത്തിയാക്കി വരുമ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ഗായ്സ്.